ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വീണ്ടും കളത്തിലെത്തുന്നുവെന്നതാണ് ആരാധകരെ സന്തോഷിപ്പിക്കുന്നത്. ലോക ക്രിക്കറ്റിന്റെ നെറുകയിൽ നിന്നിരുന്ന ഇന്ത്യൻ ടീം പൊടുന്നനെ പാതാളത്തിൽ വീണ അവസ്ഥയിലാണ്. നിർബന്ധിത തലമുറ മാറ്റത്തിനൊപ്പം പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ തലതിരിഞ്ഞ പരീക്ഷണങ്ങൾ കൂടിയായപ്പോൾ ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലും ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലും തോറ്റു. പ്രോട്ടീസിനെതിരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി വഴങ്ങിയാണ് പരമ്പര കൈവിട്ടത്. അതിന്റെ ക്ഷീണം തീർക്കാൻ ഏകദിന പരമ്പരയിൽ വമ്പൻ പ്രകടനം അനിവാര്യം. നായകൻ ശുഭമാൻ ഗില്ലിനും ഉപനായകൻ ശ്രേയസ് അയ്യർക്കും പരിക്കേറ്റതിനാൽ KL രാഹുലിന് കീഴിലാണ് ടീം ഇറങ്ങുക. പക്ഷേ ആരാധകരുടെ കണ്ണും മനസ്സുമെല്ലാം രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജോഡിയിലേക്കാണ്. ഓസ്ട്രേലിയക്കെതിരായ അവസാന ഏകദിനത്തിൽ അപരാജിത കൂട്ടുകെട്ടിലൂടെ ടീമിനെ ജയിപ്പിച്ച റോക്കോ ജോഡി ഹോം ഗ്രൗണ്ടിലും കത്തിക്കയറുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിലെ താരമായ രോഹിത് ബാറ്റെടുക്കുന്നത് 1ാം റാങ്കുകാരനെന്ന തലയെടുപ്പോടുകൂടിയാണ്. ഗില്ലില്ലാത്തതിനാൽ യശസ്വി ജയ്സ്വാൾ ആയിരിക്കും ഓപ്പണിംഗിൽ രോഹിത്തിന് കൂട്ട. ഋഷഭ് പന്ത്, തിലക് വർമ്മ, രുദ്രാജ് ഗെയ്ക്വാദ്, രവീന്ദ്ര ജഡേജ എന്നിവർ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തിയെന്നതും പ്രത്യേകതയാണ്. 3 മത്സര പരമ്പരയിലെ ആദ്യ കളി റാഞ്ചിയിലാണ്. 2ാം ഏകദിനം ബുധനാഴ്ച റായ്പൂരിലും 3ാം മത്സരം അടുത്ത ശനിയാഴ്ച വിശാഖപട്ടണത്തും നടക്കും. സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.